friends, welcome back to our channel Little B. It's Christmas time. So we are going to make a tasty, yummy and delicious Christmas fruit cake. So let's get started. അപ്പോൾ നമ്മൾ ഇന്ന് ഇതുപോലൊരു ഫ്രൂട്ട് കേക്ക് ആണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആണ്, അതുപോലെ നല്ല ടേസ്റ്റി ആണ് കേട്ടോ. എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മെഷർമെന്റ്സിലാണല്ലോ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത്. എന്നാൽ ഈ കേക്കിന് വേണ്ടിയിട്ട് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ ഈക്വൽ എമൗണ്ടിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഇത്ര കൺഫ്യൂസിംഗും അല്ല, അതുപോലെ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ബേക്കിംഗ് ടേബിളിൽ എടുത്ത് വെക്കണം. ബേസിക് ബേക്കിംഗ് റൂൾസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത്. കാരണം നമ്മൾ മിക്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് എടുക്കാൻ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകെ പോയാൽ നമ്മുടെ കേക്കിന് പ്രോപ്പർ സ്ട്രക്ചർ കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും തയ്യാറാക്കി വെക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഗ്രാം വൈസ് നോക്കുകയാണെങ്കിൽ ഇത് 135 ഗ്രാം ആണ് കേട്ടോ ഉള്ളത്. അതുപോലെ 1 കപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ഷുഗർ എടുത്തിട്ടുള്ളത്. ഇവിടെ 1/2 കപ്പ് നോർമൽ ഷുഗറും 1/2 കപ്പ് ബ്രൗൺ ഷുഗറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നോർമൽ ഷുഗർ തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ 1/2 കപ്പ് നോർമൽ ഷുഗർ കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷുഗർ എങ്ങനെയാണ് കാരമലൈസ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കാരമലൈസ്ഡ് ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ബട്ടറാണ്. നമ്മൾ മൈദ എടുത്ത പോലെ തന്നെ 135 ഗ്രാം തന്നെയാണ് ഇവിടെ ബട്ടറും എടുത്തിട്ടുള്ളത്. പിന്നെ 3 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 സാധനങ്ങളാണ് ഈ കേക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അത് 4ഉം ഈക്വൽ എമൗണ്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ സ്പൈസസ് പൗഡറാണ്. ഇത് ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചതിൽ നിന്ന് എടുത്താണ് കേട്ടോ. അതായത് ഏകദേശം ഒരു 15 ഗ്രാമ്പു, 3-4 കഷ്ണം പട്ട, അതുപോലെ പകുതി ജാതിക്ക, ഇത് 3ഉം കൂടി പൊടിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഒരു 4-5 കഷ്ണം ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, അതുപോലെ ഒരു ചെറിയ കഷ്ണം ജാതിക്ക, പിന്നെ അതിൻ്റെ കൂടെ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഇത് ഫ്രൂട്ട്സ് കേക്ക് ആണല്ലോ, അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 250 ഗ്രാമോളം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നമ്മൾ ഫ്രൂട്ട്സ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെയാണ് സോക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഡസ്റ്റിങ് ചെയ്തെടുക്കണം. അതിനായിട്ട് 2 സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താണു പോകില്ല കേട്ടോ. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുണ്ടാവും. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് വേണം. പിന്നെ ടോപ്പിങ്ങിനായിട്ട് കുറച്ച് കാഷ്നട്ട്സ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പാൻ പാർച്ച്മെൻറ്റ് പേപ്പർ ഇട്ടിട്ട് ബട്ടർ യൂസ് ചെയ്ത് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതായത് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സ്പൈസസ് പൗഡർ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഓവനിലും അതുപോലെ പ്രഷർ കുക്കറിലും കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓവനും കുക്കറും ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. കാരണം മിക്സിങ് കഴിഞ്ഞ് ഉടനെ തന്നെ ബേക്കിംഗ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ആദ്യം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും. ഈ ഒരു ക്രീം കളർ ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്ന് വീതം ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട അധികം ബീറ്റ് ചെയ്യരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. ഇനി വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. 2 ബാച്ചായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ബീറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഒട്ടും ഓവർ ബീറ്റ് ചെയ്യരുത്. നോർമലി ഈ സ്റ്റേജ് മുതൽ എല്ലാവരും സ്പാച്ചുല യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യാറുള്ളത്. ബീറ്റർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും ഓവർ മിക്സ് ചെയ്യരുത്. ഈ ഫ്രൂട്ട്സ് ഈ ബാറ്ററിൽ ജസ്റ്റ് ഒന്ന് കവറായാൽ മതി കേട്ടോ. ഇനി ഈ ബാറ്റർ നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇനി കാഷ്നട്ട്സ് യൂസ് ചെയ്ത് ടോപ്പിംഗ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഓൾറെഡി പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി കുക്കറിലേക്കുള്ള കേക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം.
കുക്കറും പ്രീഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ കേക്ക് കുക്കറിലേക്ക് മാറ്റാം. പ്രീഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിസിൽ ഊരി വെക്കാൻ മറക്കരുത്. ഈ കേക്ക് ചെറുതായതുകൊണ്ട് ഒരു 30 മിനിറ്റ്സ് മാക്സിമം മതി കേട്ടോ ഇത് ബേക്ക് ആവാൻ വേണ്ടിയിട്ട്. ഓവനിൽ നമ്മൾ ബേക്കിംഗ് ടൈം 40 മിനിറ്റ്സ് ആണല്ലോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്ക്യൂർ യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി നോക്കണം. അതുപോലെ കുക്കറിലും ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളിവിടെ ഇപ്പോൾ 30 മിനിറ്റ്സ് ആണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് സ്ക്യൂർ യൂസ് ചെയ്തിട്ട് കുത്തി നോക്കുക. ഓവനായാലും കുക്കറായാലും അപ്പം തന്നെ അടയ്ക്കണം കേട്ടോ. ഒരുപാട് നേരം ഓപ്പൺ ചെയ്ത് വെക്കരുത്. പല വീഡിയോസിലും നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്തിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ഹൈ ഹീറ്റ് ചെയ്യുന്നത് വളരെ അൺഹെൽത്തി ആണ്. അപ്പോൾ വീട്ടിൽ ഓവൻ ഇല്ലെങ്കിൽ കുക്കർ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക്സ് രണ്ടും റെഡി ആയിട്ടുണ്ട്. കേക്ക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇനി കുക്കറിൽ വെച്ച കേക്ക് കൂടി ബേക്കിംഗ് ട്രേയിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇനി ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ബട്ടർ പേപ്പറിൽ നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കഴിച്ചു നോക്കുക. ടേസ്റ്റ് ഒന്ന് കൂടിയതായിട്ട് തോന്നും. നോർമലി നമ്മളങ്ങനെ ചെയ്യാറില്ലല്ലേ, പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിക്കും. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. താങ്ക്